ഭയം എന്നത് തൻ്റെ നിഘണ്ടുവിൽ തന്നെ ഇല്ല എന്നാണ് പലപ്പോഴും അമിത്ഷാ അഭിമാനപൂർവ്വം നടിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ ഇത് ഭയാശങ്കയാണോ, ആശയക്കുഴപ്പമാണോ, മറ്റെന്തെങ്കിലും കാരണമാണോ അമിത്ഷായെ പാർലമെൻറ്റിൽ നിന്നും മാറ്റി നിർത്തുന്നത്? അതാണ് ദിവസങ്ങളോളം, ഒരുപക്ഷെ ആഴ്ചകളോളം നമ്മൾ പരിശോധിച്ചുകൊണ്ടിരുന്ന വിഷയം. നോക്കൂ, ഒരു ഘട്ടം കടന്നിരിക്കുന്നു. ഇപ്പം ക്ഷമയുടെ നെല്ലിപ്പലക എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പാർലമെൻ്ററി ജനാധിപത്യത്തിൽ ഒരു മന്ത്രിക്ക് വേണമെങ്കിൽ സഭയിൽ ഹാജരാവാം, അല്ലെങ്കിൽ സഭയിൽ ഹാജരാവാതെ ഇരിക്കാം. ഏതെങ്കിലും ഒരു അംഗം ചോദ്യം ചോദിച്ചാൽ കൃത്യമായി ഇന്ന മന്ത്രി തന്നെ മറുപടി പറയണം എന്ന് ശഠിക്കാനാവില്ല. സ്റ്റാർഡ് ചോദ്യങ്ങളുണ്ട്. അതൊരു മന്ത്രിയിൽ നിന്നും മറുപടി പ്രതീക്ഷിക്കുന്ന തരത്തിലുള്ള ചോദ്യങ്ങളുമുണ്ട്. പക്ഷേ അമിത്ഷായുടെ വകുപ്പുമായി നേരിട്ട് ബന്ധമുള്ള ചർച്ചയല്ല പാർലമെൻറ്റിൽ നടന്നത് എന്നത് സമ്മതിച്ചു കൊടുക്കാവുന്നതാണ്. കാരണം വിദ്യാഭ്യാസ മന്ത്രിയല്ല അമിത്ഷാ, ധർമ്മേന്ദ്ര പ്രധാനായിരുന്നു. അതിനുശേഷം മന്ത്രിയെ മാറ്റി മറ്റൊരു മന്ത്രിക്ക് ചുമതല കൊടുത്തു. പക്ഷേ അമിത്ഷായാണ് ഇപ്പോൾ പ്രതിപക്ഷത്തിൻ്റെ നോട്ടപ്പുള്ളി. അമിത്ഷാ സഭയിൽ വന്നേ പറ്റൂ. അമിത്ഷാ പ്രസ്താവന നടത്തിയെങ്കിലേ പറ്റൂ. കാരണം വലിയ രീതിയിലുള്ള അതിക്രമമാണ് പ്രക്ഷോഭകാരികൾക്കെതിരെ, അല്ലെങ്കിൽ സമരം ചെയ്ത ആളുകൾക്കെതിരെ ഡൽഹി പോലീസും അതുപോലെ സുരക്ഷാ സേനയും റാപ്പിഡ് ആക്ഷൻ ഫോഴ്സും എല്ലാം കൂടെ അഴിച്ചുവിട്ടത്. അതിന് ചുമതല, ഉത്തരവാദിത്തം, ധാർമ്മികമായ ഉത്തരവാദിത്തമെങ്കിലും അമിത്ഷാ ഏറ്റെടുക്കണം. അതുകൊണ്ട് രാജ്യത്തോടായി സംസാരിക്കണം. അതിനേറ്റവും ഉചിതമായ വേദി പാർലമെൻറ്റ് സമ്മേളിക്കുമ്പോൾ പാർലമെൻറ്റിൻ്റെ ഫ്ലോറാണ്. രാജ്യസഭയിലാകാം, ലോക്സഭയിലാവാം. പക്ഷേ ഇതുവരെ അദ്ദേഹം അബ്സ്കൗണ്ടിങ് ആണ്, അല്ലെങ്കിൽ ഇൻകമ്മ്യൂണിക്കേറ്റോ ആണ്. അദ്ദേഹത്തിന് കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ പ്രതിപക്ഷം അദ്ദേഹത്തെ കണ്ടിട്ടില്ല. പക്ഷേ എല്ലാ ദിവസവും അദ്ദേഹം പാർലമെൻറ്റിൽ വരുന്നുണ്ട്. പാർലമെൻറ്റിലെ ഓഫീസിൽ എത്തുന്നുണ്ട്. അതുമാത്രമല്ല, ഈ ക്രൈസ്തവ സഭാ മേലധ്യക്ഷന്മാരുമായി സംസാരിക്കാൻ സമയം കൊടുത്തു. 10 ക്രൈസ്തവ സഭാ മേലധ്യക്ഷന്മാർ FCRIയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കുറച്ചുകൂടി വ്യക്തത വരുത്തുന്നതിന് വേണ്ടി അമിത്ഷായുമായി സംസാരിക്കുന്നു. ഇതിനെല്ലാം അമിത്ഷാ സമയം കണ്ടെത്തുന്നുണ്ട്, അപ്പോയിൻറ്റ്മെൻറ്റ്സ് കൊടുക്കുന്നുണ്ട്. അദ്ദേഹം രാജ്യമൊട്ടൊരിടത്തും പോയിട്ടില്ല. പക്ഷേ എന്തുകൊണ്ട് പാർലമെൻറ്റിനെ അഭിമുഖീകരിക്കാൻ ഭയം? സാധാരണഗതിയിൽ ഇത് പ്രതിപക്ഷം നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. പക്ഷേ ഇവിടെ ഒരു നാടകീയമായ ട്വിസ്റ്റ് സംഭവിച്ചത് ഇന്ത്യയുടെ പാർലമെൻറ്റിൻ്റെ ഉപരിമണ്ഡലമായ രാജ്യസഭയിലെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ, അത് ഉപരാഷ്ട്രപതി കൂടിയാണ് എന്നോർക്കണം. ഹൂവർ ഈസ് ദ വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഈസ് ദ എക്സ് ഒഫീഷ്യോ ചെയർമാൻ ഓഫ് രാജ്യസഭ. അദ്ദേഹം CP രാധാകൃഷ്ണൻ. അദ്ദേഹം ഇന്നലെ ആരും പ്രതീക്ഷിക്കാത്ത ഒരു സമയത്ത് പ്രതീക്ഷിക്കാത്ത ഒരു നിർദ്ദേശമാണ് കൊടുത്തിരിക്കുന്നത് പാർലമെൻ്ററി കാര്യമന്ത്രി കിരൺ റിജ്ജുവിന്. അപ്പം നിരന്തരം പ്രതിപക്ഷം ചോദ്യം ചോദിക്കുമ്പോൾ മറുപടി പറയുന്നത് പാർലമെൻ്ററി കാര്യമന്ത്രി കിരൺ റിജ്ജുവാണ്, അല്ലെങ്കിൽ അതിനെ ശാന്തമാക്കാൻ ശ്രമിക്കുന്നത് കിരൺ റിജ്ജുവാണ്. അമിത്ഷായുടെ അഭാവത്തെക്കുറിച്ച് പറയുമ്പോഴും അമിത്ഷായുടെ അവകാശത്തെക്കുറിച്ചും ഒരു മന്ത്രിയുടെ അവകാശത്തെക്കുറിച്ചും ഒക്കെ തന്നെ ചട്ടങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പാർലമെൻ്ററി കാര്യ ചുമതലയുള്ള മന്ത്രി കിരൺ റിജ്ജുവാണ്. അപ്പോൾ റിജ്ജുവിനോട് പറഞ്ഞു, ഇത് ശരിയല്ല, ഇത് നിയമപരമായ വിഷയമല്ല. ഒരു സഭാ അധ്യക്ഷൻ എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ റൂളിംഗ് അല്ല ഇവിടെ സംഭവിച്ചിരിക്കുന്നത്, ഒരു നിർദ്ദേശമാണ്. പാർലമെൻ്ററി കാര്യമന്ത്രി കിരൺ റിജ്ജുവിനോട് പറഞ്ഞു, താങ്കളുടെ നേതാവ് കൂടിയായ അമിത്ഷായോട് പറയുക, ഇത്രയിടം വന്ന് പാർലമെൻറ്റിനെ അഭിമുഖീകരിക്കുക. അതൊരു ഉന്നതമായ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കേണ്ട ഒരു വേദി കൂടിയാണ് പാർലമെൻറ്റ്. പാർലമെൻറ്റിന് 2 മണ്ഡലങ്ങളുണ്ട്. ലോക്സഭ അധോമണ്ഡലമാണ്, ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുക്കുന്ന അംഗങ്ങളാണ്. ഡയറക്റ്റ്ലി റെസ്പോൺസിബിൾ ടു ദ പീപ്പിളുമാണ്. അത് ലോക്സഭയിൽ ഭൂരിപക്ഷമുള്ളിടത്തോളം കാലം മാത്രമേ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഒക്കെ അധികാരത്തിലിരിക്കൂ. രാജ്യസഭയ്ക്ക് ആ രീതിയിലുള്ള അവകാശങ്ങളൊന്നുമില്ല, അധികാരങ്ങളില്ല. ഭൂരിപക്ഷം രാജ്യസഭയിലെ അംഗസംഖ്യ നോക്കിയുമല്ല, പക്ഷേ രാജ്യസഭയിലാണ് പലപ്പോഴും ഇൻഫോംഡ് ഡിബേറ്റ്സ് നടക്കുന്നത്. കുറച്ചുകൂടെ ഗൗരവമുള്ള, കുറച്ചുകൂടെ സീരിയസ് ആയ ആളുകൾ പലപ്പോഴും വരുന്നത് രാജ്യസഭയിലാണ്. അതൊരു നോൺ പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോം ഒന്നുമല്ല, പക്കാ പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോം തന്നെയാണ്. പക്ഷേ സംസ്ഥാന നിയമസഭകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടു വരുന്ന രാജ്യസഭാ അംഗങ്ങൾ കുറച്ചുകൂടി ഔചിത്യം പാലിക്കണം. അപ്പം രാജ്യസഭയിലെങ്കിലും വരണം. അതല്ലേ പറയാൻ പറ്റൂ. ഉപരാഷ്ട്രപതിക്ക് പറയാൻ പറ്റുന്നത് താൻ നേതൃത്വം നൽകുന്ന, താൻ പ്രസൈഡ് ചെയ്യുന്ന രാജ്യസഭയിൽ അമിത്ഷാ വന്ന് വേണ്ട രീതിയിൽ വിശദീകരണം കൊടുക്കണം. കാരണം ഇതൊരു ചട്ടത്തെ ഉദ്ധരിച്ചുകൊണ്ടല്ല പറയുന്നത്, മറിച്ച് സാമാന്യ ബോധമാണ്, സാമാന്യ മര്യാദയാണ്. പ്രതിപക്ഷം പറയുന്നത് തങ്ങൾ ആവശ്യപ്പെട്ടു, തങ്ങൾക്ക് നിർദ്ദേശിക്കാനൊന്നും തങ്ങൾ പോകുന്നില്ല, തങ്ങളുടെ അവകാശമാണെന്നും പറയുന്നില്ല. പക്ഷേ രാജ്യത്തിൻ്റെ ഉത്തമ താല്പര്യം പ്രതീക്ഷിച്ചുകൊണ്ട് പ്രതിപക്ഷത്തിന് എന്തെങ്കിലും രീതിയിൽ ആവശ്യപ്പെടാമല്ലോ.
അഭ്യർത്ഥിക്കാമല്ലോ. ഈ അഭ്യർത്ഥന മാനിക്കുക എന്നതാണ് പാർലമെൻറ്റിൻ്റെ ഉന്നതമായ മൂല്യങ്ങൾ. ഒരു പാർലമെൻ്ററി ജനാധിപത്യം എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഭരിക്കുന്ന കക്ഷിക്ക് ഭൂരിപക്ഷമുണ്ട്. ഇഷ്ടമുള്ളതുപോലെ ഭരിക്കാം. മന്ത്രിമാർക്ക് സഭയിൽ വരികയോ വരാതിരിക്കുകയോ ചെയ്യാം. നേരത്തെ ഒരു വീഡിയോയിൽ ഞാൻ സൂചിപ്പിച്ചു, അമിത്ഷായ്ക്ക് പൊതുവേ പാർലമെൻറ്റിൻ്റെ 2 മണ്ഡലങ്ങളിലും അദ്ദേഹത്തിൻ്റെ അറ്റൻഡൻസ് വളരെ കൂടുതലാണ്. പൊതുവെ അദ്ദേഹം സഭാ നടപടികൾ സാഗൂതം കേൾക്കും, വേണ്ട ഇടങ്ങളിലെല്ലാം ഇടപെടും, മറുപടി പറയും. അങ്ങനെ മൗനിയായി ഇരിക്കുന്ന ഒരാളല്ല പൊതുവേ അമിത്ഷാ. നരേന്ദ്രമോദിയുടെ അറ്റൻഡൻസ് വളരെ കുറവാണ്. ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴും പ്രധാനമന്ത്രി പദത്തിലെത്തിയപ്പോഴും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പാർലമെൻറ്റിലെ സാന്നിധ്യം കുറവാണ്. പലപ്പോഴും പ്രതിപക്ഷ നേതാവ് സംസാരിക്കുമ്പോൾ പ്രധാനമന്ത്രിയുടെ സാന്നിധ്യം ഉണ്ടാവാറില്ല. അതാ നെഹ്റുവിയൻ കാലഘട്ടവുമായിട്ടൊക്കെ തട്ടിച്ചു നോക്കുമ്പോൾ പ്രതിപക്ഷ നേതാവ് എപ്പോഴെങ്കിലും സംസാരിക്കും എന്ന് ചിന്തിച്ചാൽ ആ സമയത്ത് ജവഹർലാൽ നെഹ്റു എന്ന അന്നത്തെ പ്രധാനമന്ത്രി കൃത്യമായി തൻ്റെ ഇരിപ്പിടത്തിൽ ഉണ്ടാവുമായിരുന്നു. അത് മാത്രമല്ല, പ്രതിപക്ഷ നേതാവിൽ നിന്ന് തനിക്ക് കേൾക്കണം, അതിനുള്ള മറുപടി തനിക്ക് പറയണം എന്ന് വാശിയുള്ള ഒരു ഉദാത്തമായ മാതൃകയൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമാണ്. അതിൽ നിന്നെല്ലാം മാറിപ്പോയിരിക്കുന്നു. ഇവിടെ നോക്കൂ, സ്പീക്കർ ഒരു കാര്യം കൂടെ ഉറപ്പിക്കുന്നു പ്രതിപക്ഷത്തെ. നിങ്ങൾ നിരന്തരം രാഹുൽ ലോക്സഭയിലെ സ്പീക്കറാണ്, നിരന്തരം രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം തടസ്സപ്പെടുത്തുന്നത് ന്യായമല്ല. ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവായ LOP ആയ രാഹുൽ ഗാന്ധിയെ പ്രസംഗിക്കാൻ അനുവദിക്കാത്ത രീതിയിൽ നിരന്തരം ഭരണപക്ഷത്ത് നിന്ന് പ്രതിഷേധങ്ങളുണ്ടാകും. സാധാരണ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നാണ് പാർലമെൻറ്റിൽ ശബ്ദ കോലാഹലങ്ങൾ ഉണ്ടാകുന്നത്. ഭരണകക്ഷിക്ക് കൂടുതൽ അംഗങ്ങളുണ്ടല്ലോ, മന്ത്രിമാരവിടെ നിന്നാണല്ലോ. മന്ത്രിമാർ സംസാരിക്കുമ്പോൾ പലപ്പോഴും പ്രതിപക്ഷത്ത് നിന്ന് അവസരങ്ങൾ ഉണ്ടാകുന്നു. സമാനമായ രീതിയിൽ ഇപ്പോൾ ഭരണപക്ഷത്തു നിന്ന് വലിയ രീതിയിലുള്ള സമ്മർദ്ദമാണ് രാഹുൽ ഗാന്ധിക്ക് നേരെ ഉണ്ടാവുന്നത്. മാത്രമല്ല, പാർലമെൻറ്റിൻ്റെ വർഷകാല സമ്മേളനം തുടങ്ങി ഇത്രയധികം ദിവസങ്ങളായി, ആഴ്ചകൾ പിന്നിട്ട് 3 ആഴ്ച കഴിഞ്ഞിട്ടും ഇതുവരെ ഒരു സെഷൻ പോലും, ഒരു ദിവസത്തെയും ഒരു സെഷൻ പൂർണ്ണമായി നിയമനിർമ്മാണത്തിലേക്കും അല്ലെങ്കിൽ ആ ഒരു ചർച്ചകളിലേക്കും നീങ്ങിയിട്ടില്ല. സുഗമമായ പ്രവർത്തനം ഇപ്പോഴും അസാധ്യമായതിൻ്റെ പിന്നിൽ 2 സഭകളും നിരന്തരം സ്തംഭിക്കുന്നതിന് പിന്നിൽ വൺ മാൻ കോൾഡ് മിസ്റ്റർ അമിത്ഷാ. ഇതാണ് പൊതുവെയുള്ള നിഗമനം. അതുകൊണ്ടാണ് ചർച്ചകൾ നടക്കണം. ബില്ലുകളിൽ നിയമനിർമ്മാണം എന്ന് പറയുന്നത് വളരെ ശ്രദ്ധയോടെ ചെയ്യേണ്ട ഒരു കാര്യമാണ്. 2 വശങ്ങളും കേൾക്കണം, ഭേദഗതികൾ നിർദ്ദേശിപ്പിക്കണം, ഓരോന്നും വോട്ടിനിട്ട് തള്ളണം. ഇതങ്ങനെയൊന്നുമല്ല, പെട്ടെന്ന് അപ്പം ചുട്ടെടുക്കുന്നത് പോലെ. ചർച്ചകൾക്കൊന്നുമുള്ള സമയമില്ല. എല്ലാം വാഗ്വാദങ്ങളിൽ, വോക്കൗട്ടിൽ അല്ലെങ്കിൽ പ്രതിഷേധങ്ങളിൽ കലാശിക്കുന്നു. പിന്നീട് എല്ലാം കൂടി കൂട്ടിയിട്ട് പെട്ടെന്ന് വോട്ട് ഇട്ട് ശബ്ദ വോട്ടോടുകൂടി ജയിച്ചതായി പ്രഖ്യാപിച്ച് പിരിയുകയാണ്. അങ്ങനെയല്ല പാർലമെൻറ്റ് നടപടികൾ നടക്കേണ്ടത് എന്ന് ഒരിക്കൽ കൂടി പാർലമെൻറ്റിൻ്റെ 2 മണ്ഡലങ്ങളുടെയും ചുമതലയുള്ളവർ അല്ലെങ്കിൽ അധ്യക്ഷന്മാർ അവിടെ പറഞ്ഞിരിക്കുകയാണ്. അത് ഉദാത്തമായ മാതൃകയാണ്. തീർച്ചയായും അതൊരു സ്വാഗതാർഹമായ ഒരു കാര്യവുമാണ്. പ്രതിപക്ഷത്തിന് ഉത്സാഹം വരുന്ന രീതിയിൽ രാഹുൽ ഗാന്ധി ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്താൻ നോക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി യുവാക്കളെ ആകർഷിക്കാൻ, യുവജനങ്ങളെ ആകർഷിക്കാൻ രാത്രിയിൽ വീഡിയോയുമായി എത്തി. അത് കുറേയൊക്കെ പരിഹാസവും ആശ്ചര്യവും ഒക്കെ തന്നെയാണ് ജനറേറ്റ് ചെയ്തത്. ജൻസികളെ പറ്റിക്കാൻ അല്ലെങ്കിൽ അവരിലേക്ക് റീച്ച് ചെയ്യാൻ, ഇൻസ്റ്റഗ്രാമിലൂടെ റീച്ച് ചെയ്യാൻ, റീലുകളിലൂടെ ഇൻസ്റ്റഗ്രാമിലൂടെയും ഒക്കെ റീച്ച് ചെയ്യാൻ പ്രധാനമന്ത്രി ശ്രമം നടത്തുന്നു എന്നത് സ്വാഗതാർഹം. എങ്കിലും അതിൻ്റെ ടൈമിംഗ്, അതിൻ്റെ കോണ്ടെക്സ്റ്റ്, അതിൻ്റെ ഡെലിവറി, അതിൻ്റെ ആകമാന ഉദ്ദേശ ലക്ഷ്യങ്ങൾ അതത്ര സേവറി ആയിട്ടല്ല എടുക്കപ്പെട്ടത്. അത് പ്രഥമ ദൃഷ്ടി അറ്റ് ഔട്ട്സെറ്റ് നല്ലതാണ്. പ്രധാനമന്ത്രി നേരിട്ട് യുവജനങ്ങളുമായി സംവദിക്കുന്നു എന്നത് നല്ലതാണ്. പക്ഷേ പ്രധാനമന്ത്രിക്കും പാർലമെൻറ്റ് സമ്മേളിക്കുമ്പോൾ പറയാനുള്ളത് യുവാക്കളോടും എല്ലാവരോടുമായി പറയാനുള്ളത് പാർലമെൻറ്റിനുള്ളിൽ നിന്നുകൊണ്ടാണ്. അതെന്തുകൊണ്ട് അമാന്തിക്കുന്നു? അതുകൊണ്ടാണ് യു ക്യാൻ കോൾ മീ ഡയറക്ട്ലി, യു ക്യാൻ റീച്ച് ഔട്ട് ടു മീ ഡയറക്ട്ലി എന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ ഗാന്ധി രംഗത്ത് വരികയാണ്. എനി ടൈം എനി വൺ ക്യാൻ അപ്രോച്ച് മീ. അങ്ങനെ ഒരു പ്രോഗ്രാമുമായി രാഹുൽ ഗാന്ധി ഒരുതരം ഫോൺ ഇൻ പ്രോഗ്രാമാണ്. ഇപ്പോൾ രാഹുൽ ഗാന്ധി, അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധി വലിയ നേതാവായി അങ്ങ് മാറുമെന്നൊന്നുമല്ല. യുവജനങ്ങൾ ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ജൻസി പ്രക്ഷോഭം, പാർട്ടി എന്ന രൂപത്തിലോ അല്ലാതെയോ നടക്കുന്ന പ്രക്ഷോഭം. പ്രശാന്ത് കിഷോർ ഇപ്പം ബീഹാറിൽ ബങ്കിപ്പൂരിൽ തിരഞ്ഞെടുക്കപ്പെട്ടു. ഇതൊക്കെ ഇന്ത്യ മുന്നണിയുടെ കഴിവ് കൊണ്ടല്ല, പ്രതിപക്ഷത്തിൻ്റെ വിജയവുമല്ല. അവർ മറ്റൊരു മാതൃക, ഈ പരമ്പരാഗത രാഷ്ട്രീയം വിട്ടുകൊണ്ടുള്ള പരസ്പരം ചെളിവാരി എറിയുന്ന ഒരു മതവും ജാതിയും പ്രാദേശികതയും എല്ലാം ആളിക്കത്തിച്ചുകൊണ്ട് പരോക്കിയൽ കൺസിഡറേഷനിൽ നടത്തുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തോടുള്ള വിയോജിപ്പ്. ആ വിയോജിപ്പ് കൊണ്ടാവാം ഒരു പക്ഷേ പുതിയ മാർഗങ്ങൾ, ബദലുകൾ തേടുകയാണ്
യുവതലമുറ. അതാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ്. ആ ട്രെൻഡ് ആരാണ് കൂടുതൽ മനസ്സിലാക്കുന്നത്? പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷായും ഒക്കെയാണോ, അതോ രാഹുൽ ഗാന്ധിയും ഇന്ത്യ മുന്നണിയുമാണോ എന്നതാണ് വിഷയം. ഇപ്പോൾ രാഹുൽ ഗാന്ധി റീച്ച് ഔട്ട് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു, അത് നല്ല കാര്യം. അപ്പോൾ ഇതോടൊപ്പം തന്നെ മറ്റൊരു കാര്യവും കൂടി ഈ സമയത്ത് ഇതിൻ്റെ അനുബന്ധമായി പരിഗണിക്കേണ്ടതുണ്ട്. കോടതി എവിടെയായിരുന്നു ഇതുവരെ? ഇത്രയധികം സമ്മർദ്ദങ്ങൾ രാജ്യത്തുണ്ടാകുന്നു. ഇത് കോടതിയുടെ തലപ്പത്തുള്ള സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്തിൻ്റെ ഒരു പരാമർശമാണല്ലോ പാറ്റ പാർട്ടിയുടെ തന്നെ ഉദയം. അതേക്കുറിച്ചൊക്കെ പ്രേക്ഷകർക്ക് അറിയാവുന്നതുമാണ്. ഈ പാറ്റ എന്നൊരു പേര് വന്നത് തന്നെ അദ്ദേഹത്തിൻ്റെ വാക്കിൽ നിന്ന് വീണ ഒരു പന്നാരജീവികൾ പാറ്റ എന്ന പ്രയോഗത്തിൽ നിന്നുമാണ് യുവജനങ്ങൾ ആ ഒരു പ്രക്ഷോഭത്തിലേക്ക് തിരിഞ്ഞത്. അതേ ചീഫ് ജസ്റ്റിസിൻ്റെ ബെഞ്ച് ഇപ്പോൾ പറയുന്നു കുറച്ചുകൂടി ഗൗരവമായി ജനാധിപത്യ പ്രക്രിയ മുന്നോട്ട് പോകണം. അതുമാത്രമല്ല പാർട്ടികൾ, അതായത് ഗോവയിലല്ല മഹാരാഷ്ട്രയിലെ ശിവസേന ഉദ്ധവ് വിഭാഗം കൊടുത്ത ഒരു പരാതിയിൽ ആർക്കാവണം നിയന്ത്രണം, പാർട്ടിക്കാവണമോ ലെജിസ്ലേച്ചർ പാർട്ടിക്കാവണമോ യഥാർത്ഥത്തിൽ നിയന്ത്രണം? ഇപ്പോൾ യഥാർത്ഥത്തിൽ കൂറുമാറ്റ നിരോധന നിയമമൊക്കെ അനുസരിച്ച് അത് 10ാം ഷെഡ്യൂളിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട്. അതനുസരിച്ച് ലെജിസ്ലേറ്റീവ് പാർട്ടിയുടെ 2/3 ഭാഗം മാറി നിന്നാൽ അവരെ പാർട്ടിയായി പരിഗണിക്കുന്നു. അപ്പോൾ അതുകൊണ്ടാണ് തൃണമൂൽ കോൺഗ്രസ് 29 അംഗങ്ങളുള്ള തൃണമൂൽ കോൺഗ്രസിൻ്റെ ലോക്സഭാ അംഗങ്ങളിൽ 20 പേര് മാറി നിന്നപ്പോൾ അത് യഥാർത്ഥ തൃണമൂൽ കോൺഗ്രസ്സായി മാറുന്നു. അതുമാത്രമല്ല 80 അംഗങ്ങളുള്ള ലെജിസ്ലേറ്റീവ് പാർട്ടി ഇൻ ദി ബംഗാൾ അസംബ്ലി, അവരിൽ 58 പേര് മാറി നിന്നൊരു ബ്ലോക്കായി, അവർ മുഖ്യപ്രതിപക്ഷമായി. മമതാ ബാനർജിയെ പിന്തുണയ്ക്കുന്ന തൃണമൂൽ കോൺഗ്രസും അവിടെ ഒരു ചെറിയ പക്ഷമായി മാറി പ്രതിപക്ഷത്ത് തന്നെ 2ാം സ്ഥാനത്തായി മാറുന്നു. ഇതൊക്കെ അനാരോഗ്യപരമായ പ്രവണതയാണ് എന്ന് സുപ്രീം കോടതിയുടെ ബെഞ്ച് വാക്കാൽ പറഞ്ഞു വെച്ചു. അതിനർത്ഥം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കും വലിയൊരു അടി കിട്ടിയതുപോലെയാണ്. കാരണം പാർലമെൻറ്റിൻ്റെ ഇപ്പോൾ നടക്കുന്ന ഈ സമ്മേളനത്തിൻ്റെ അവസാനത്തിന് മുൻപ് തന്നെ ഒരുപക്ഷെ 16, 17, 18 ദിവസങ്ങളിലേക്ക് ഇത് നീട്ടുക. ഈ മാസം 16-ാം തീയതി, 17-ാം തീയതി, 18-ാം തീയതി 3 ദിവസം അഡീഷണലായി വാങ്ങിയെടുത്തുകൊണ്ട് ഒരുപക്ഷെ മണ്ഡല പുനർനിർണയ ബില്ല് അവതരിപ്പിച്ച് കഴിഞ്ഞ പ്രാവശ്യം വിമൻസ് റിസർവേഷൻ ബില്ലിൻ്റെ ഒരു മേമ്പൊടി അണിഞ്ഞുകൊണ്ട് ഏപ്രിൽ കൊണ്ടുവന്നത് പ്രതിപക്ഷം പരാജയപ്പെടുത്തി. 3-2 ഭൂരിപക്ഷം ലഭിച്ചില്ല. അന്ന് വേണ്ടിയിരുന്നത് 360 വോട്ടാണ്. കാരണം ഹാജരായി വോട്ട് ചെയ്യുന്ന അംഗങ്ങളുടെ 3-2 ഭൂരിപക്ഷം അന്ന് 252 ആയിരുന്നു. അത്രയും കിട്ടിയില്ല. 298 വോട്ടോ മറ്റുമാണ് കിട്ടിയത്. ഇപ്പോൾ നിലവിൽ ഭരണകക്ഷി എന്ന് പറയുന്ന 293 അംഗങ്ങളാണ്. ഇപ്പോൾ തൃണമൂലിൻ്റെ 20 പേരെ ഇനി ഒരുപക്ഷെ ഉദ്ധവ് ശിവസേനയുടെയും ശരത് പവാറിൻ്റെ NCPയുടെയും ഒക്കെ പിന്തുണ, അല്ലെങ്കിൽ ആ പാർട്ടികളുടെ സിംഹഭാഗവും പിളർന്നു മാറി അവരുടെ മറ്റ് വിഭാഗവുമായി ചേർന്നുകൊണ്ട് NDA സപ്പോർട്ട് ചെയ്യാൻ, ഈ വിഷയത്തിലെങ്കിലും സപ്പോർട്ട് ചെയ്യാനാണെങ്കിൽ കുറച്ചുകൂടെ എണ്ണം കിട്ടും. പിന്നെ DMK അംഗങ്ങൾ 22 പേരുണ്ട് ലോക്സഭയിൽ. അവരൊന്നുകിൽ വിട്ടുനിൽക്കുക അല്ലെങ്കിൽ തന്ത്രപരമായി BJPയെ പിന്തുണയ്ക്കുക. ഈ വിഷയത്തിൽ മാത്രം വിഷയാധിഷ്ഠിതമായ പിന്തുണ. അപ്പോൾ അവർക്കൂടെ സ്വീകാര്യമാകുന്ന രീതിയിൽ ഈ നിയമനിർമ്മാണം ഉണ്ടാകുമെങ്കിൽ നന്ന് എന്ന രീതിയിൽ DMKയുടെ ഭാഗത്തു നിന്നും അഭിപ്രായ പ്രകടനം ഉണ്ടാവുകയും ചെയ്തു. ഇതെല്ലാം പരിഗണിക്കുമ്പോൾ സുപ്രീം കോടതി പറയുന്നു ലെജിസ്ലേറ്റീവ് പാർട്ടിയുടെ മേൽ നിയന്ത്രണം യഥാർത്ഥ പാർട്ടിക്കായിരിക്കണം. അങ്ങനെയെങ്കിൽ മമതാ ബാനർജി ഓടിച്ചിരിക്കും, ശരത് പവാർ ഓടിച്ചിരിക്കും. അതത് പാർട്ടികളുടെ തലപ്പത്ത് ആരാണോ ആ പാർട്ടികൾ തീരുമാനിക്കും. അവർ തീരുമാനിക്കും തങ്ങളുടെ MP-മാർ എങ്ങനെ പെരുമാറണമെന്ന്. അതുകൊണ്ട് ഇപ്പോൾ കൂറുമാറ്റ നിരോധന നിയമത്തിൻ്റെ പരിധിയിൽ വരാതെ രക്ഷപ്പെട്ടുകൊണ്ട് ഒരു പാർട്ടിക്ക് വേണ്ടി ചോരയും നീരുമൊഴുക്കി പ്രവർത്തിച്ച പ്രവർത്തകരുടെ അഭിലാഷങ്ങൾ, അവർക്ക് വേണ്ടി വോട്ട് ചെയ്തവരുടെ ആഗ്രഹങ്ങൾ പൂർണ്ണമായി തൃണവൽഗണിച്ചുകൊണ്ട് ജയിച്ചു കഴിയുമ്പോൾ പ്രതിപക്ഷത്തുള്ള MP-മാർ ഭരണപക്ഷത്തോടൊപ്പം അങ്ങ് ചേരുകയാണ്. ഇത് തീർച്ചയായും ജനാധിപത്യ ക്രമത്തിന് ചേർന്നതല്ല, ഉന്നതമായ ജനാധിപത്യ മൂല്യങ്ങൾക്ക് ചേർന്നതല്ല എന്ന് പറയുന്നത് മറ്റാരുമല്ല, സുപ്രീം കോടതിയാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട കേസിൽ വിധി ആത്യന്തികമായി വരുമ്പോൾ ഒരുപക്ഷെ കേന്ദ്ര ഗവൺമെൻറ് വലിയ ഞെട്ടലാണ്. അങ്ങനെയെങ്കിൽ തൃണമൂലിൻ്റെ ഈ പിളർപ്പ് അംഗീകരിക്കപ്പെടില്ല. അവിടെ മമതാ ബാനർജി വിചാരിക്കുന്നിടത്ത് കാര്യങ്ങൾ നിൽക്കും. ശിവസേനയിലോ NCPയിലോ ഒരുപക്ഷെ പിളർപ്പുണ്ടാവില്ല. അവരുദ്ദേശിക്കുന്നത് നിന്നാൽ ഇന്ത്യ മുന്നണിയുടെ അംഗസംഖ്യയിൽ ചോർച്ച വരില്ല. ഇതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ടും പ്രാദേശിക പ്രതിഷേധം അലയടിക്കുന്നത് കണ്ടുകൊണ്ടുമാകും ഒരുപക്ഷെ തൃണമൂലിലെ തന്നെ 3 MP-മാർ ഇപ്പോൾ കളം മാറി ചവിട്ടിയിരിക്കുന്നത്. കാരണം BJP പക്ഷത്തേക്ക് ചാഞ്ഞു നിന്ന നാഷണൽ സിറ്റിസൺഷിപ്പ് പാർട്ടി എന്ന രൂപത്തിൽ പുതിയതായി ഒരു ബാൻഡ് വാഗണിൽ എത്തുകയാണ് അവരിൽ നിന്നും യൂസഫ് പത്താൻ ഉൾപ്പെടെ 3 MP-മാർ, മുസ്ലിം MP-മാർ മാറി നിൽക്കുന്നു. ഇവിടെ സംവിധായകരെ അവർക്ക് പേടിക്കേണ്ടതുണ്ട്.
അവർക്ക് വോട്ട് ചെയ്ത ആളുകളെ അവർക്ക് ഭയക്കേണ്ടതുണ്ട്. അവർക്ക് മണ്ഡലത്തിൽ കാലുകുത്താനാവാത്ത അവസ്ഥയാണ്. ഇതെല്ലാം രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങളായി നിൽക്കുന്നു. മറുവശത്ത് നിയമപരമായി സുപ്രീം കോടതിയുടെ ചാട്ടവാർ ഒരുപക്ഷെ വീണേക്കാം. ആത്യന്തികമായി കോടതി എന്ത് തീരുമാനിക്കും എന്നിപ്പോഴും പറയാറായിട്ടില്ല. പക്ഷെ ഇതെല്ലാം പരിഗണിക്കുമ്പോൾ ആശങ്കയ്ക്ക് ഏറെ വകയുണ്ട്. അതുകൊണ്ട് അമിത്ഷാ പാർലമെന്റിൽ വന്ന് പ്രസ്താവന നടത്തിയാൽ വെടിവെപ്പിനെ, ബലപ്രയോഗത്തെ, പെല്ലറ്റ് ഗൺ ഉപയോഗത്തിനെ, രാത്രി പ്രയോഗത്തിനെ ന്യായീകരിച്ചാലും കുഴപ്പമാണ്. അങ്ങനെയല്ല, അത് തങ്ങൾ ചെയ്തതാണ്, പൂർണ്ണ ബോധ്യത്തോടെ ചെയ്തതാണ് എന്ന് പറഞ്ഞാലും കുഴപ്പമാണ്. ഇനി അതിനെ വെള്ളപൂശാൻ ശ്രമിച്ചാലും കുഴപ്പമാണ്. ഇനി ഒരിക്കലും അത് ആവർത്തിക്കില്ല, തെറ്റുപറ്റി എന്ന് സമ്മതിച്ചാൽ പോലും അവിടെ തെറ്റ് സംഭവിച്ചു, അതിന് പ്രായശ്ചിത്തം ചെയ്യേണ്ടി വരും. രാഷ്ട്രീയമായി ഒരുപാട് അർത്ഥതലങ്ങളുള്ളൊരു കാര്യമാണ് ഡൽഹിയിൽ CJP പ്രക്ഷോഭകർക്കെതിരെ നടത്തിയ ബലപ്രയോഗം. അതുമായി ബന്ധപ്പെട്ട് ഒരു പ്രസ്താവന നടത്താതെ എത്ര കാലം അമിത്ഷായ്ക്ക് മാറി നിൽക്കാം? അമിത്ഷാ പാർലമെന്റിൽ ആഭ്യന്തരമന്ത്രി ആയിരിക്കുന്നിടത്തോളം കാലം തീർച്ചയായും എക്കാലത്തും ഈ പാർലമെന്റ് അവസാനിക്കുന്നത് വരെ, 2029 അവസാനിക്കുന്നത് വരെ ഇതൊരു ദുർഭൂതം പോലെ അമിത്ഷായെ പിന്തുടരുന്നത് മാത്രമല്ല, ഇപ്പോൾ സക്സഷൻ സ്ട്രഗിളാണ് ഇനി BJPയിൽ വരേണ്ടത്. മോദിക്ക് ശേഷം അത് കളങ്കിത വ്യക്തിത്വമുള്ള, ഇത് കളങ്കിതമെന്ന് പറയാനാവില്ല, അഡ്മിനിസ്ട്രേറ്റീവ് ഒരു ഇതിൽ സംഭവിക്കുന്ന വീഴ്ചകളാണ്. ഒരു പക്ഷേ പോലീസ് വീഴ്ചകളാകാം, മറ്റെന്തെങ്കിലും ആകാം. പക്ഷേ അമിത്ഷാ എന്ന വ്യക്തി ആ കളങ്കത്തിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്തേ മതിയാവൂ എന്ന് മഹാഭൂരിപക്ഷം കക്ഷികളും ചിന്തിക്കുന്നു, പ്രതിപക്ഷം ചിന്തിക്കുന്നു, ജനങ്ങൾ നിഷ്പക്ഷമായി ചിന്തിക്കുന്നവർ അതാണ് ചിന്തിക്കുന്നത്. ആഭ്യന്തരമന്ത്രിക്ക് മറുപടി പറഞ്ഞാൽ എന്താണ് കുഴപ്പം? ഒരു കാര്യം സംഭവിക്കുന്നു, ഇങ്ങനെയൊക്കെയാണ് സംഭവിച്ചത്, അപ്പോൾ തന്നെ സാഹചര്യം ലഘൂകരിച്ചെടുക്കാമായിരുന്നു. ഇപ്പോൾ വളരെ വഷളായിരിക്കുന്നു. വൈകി എങ്കിലും അമിത്ഷാ എന്ന ആഭ്യന്തരമന്ത്രി പാർലമെന്റിലെത്തും, ലോക്സഭയിലോ രാജ്യസഭയിലോ എത്തി ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രസ്താവന നടത്തും. പാർലമെന്റ് നടപടികൾ തുടർച്ചയായി തടസ്സപ്പെടുത്തുന്നത് ഒഴിവാക്കാൻ ഇത് അത്യന്താപേക്ഷിതമാണ് എന്ന് രാജ്യസഭ, ലോക്സഭ അധ്യക്ഷന്മാർ പോലും പറയുന്ന സ്ഥിതിക്ക് അത് അംഗീകരിച്ചു കൊടുക്കുകയാണ് ബുദ്ധി. ലേശം വഴങ്ങി കൊടുക്കുന്നതിലും ഒരു അന്തസ്സുണ്ട്. ഒരു തെറ്റുപറ്റാം. ടു എറർ ഈസ് ഹ്യൂമൻ, ടു ഫോർഗീവ് ഈസ് ഡിവൈൻ എന്നത് പ്രതിപക്ഷത്തിനും കൂടെ ബാധകമാണ്. അത് സമ്മതിക്കുമ്പോൾ, തുറന്ന് സമ്മതിക്കുമ്പോൾ, എനിക്ക് തെറ്റുപറ്റിപ്പോയി, കൂടുതലായിപ്പോയി, ഞാൻ ഉദ്ദേശിച്ചതിനേക്കാൾ കൂടുതൽ ബലപ്രയോഗമാണ് നടന്നത് എന്ന് തുറന്ന് സമ്മതിച്ചാൽ അമിത്ഷായുടെ കീർത്തിക്ക് ഒട്ടും മങ്ങലുണ്ടാവില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷെ അത് ചെയ്യാനുള്ള ആർജവം അദ്ദേഹം കാട്ടുമോ എന്ന് ഒരു ഉറപ്പുമില്ല. അതുകൊണ്ട് വളരെ സങ്കീർണതകളിൽ നിന്ന് സങ്കീർണതയിലേക്കാണ് ഒരു ക്രോസ് റോഡ്സിലെത്തി നിൽക്കുകയാണ് ഇന്ത്യൻ രാഷ്ട്രീയം.